ഗർഭകാലത്തിന്റെ 5ാമത്തെ ആഴ്ചയിലാണ് പലരും പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത്. ഈ ഒരു ടൈമിലെ പ്രഗ്നൻസി ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നതും കുഞ്ഞിന്റെ വളർച്ചയെ പറ്റിയും ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നതുമാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം നമുക്ക് പ്രഗ്നൻസി ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പീരീഡ് മിസ്സാവുക എന്നതാണ്. രണ്ടാമത്തേത് ഈ ഒരു ടൈമിൽ ക്ഷീണവും തളർച്ചയും കൂടുതലായിരിക്കും. അതുപോലെ ബ്രസ്റ്റ് പെയിൻ ഉണ്ടാവും, ഹെവി ആയിട്ട് തോന്നാം. അതുപോലെ ഏരിയോളയുടെ ഭാഗം ഡാർക്ക് കളറിൽ കാണപ്പെടും. ഓർക്കാനും ഛർദിലും ഒക്കെ കൂടുതലായിട്ട് കാണാറുണ്ട്. ചില ആളുകൾക്ക് ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവാറുമില്ല. അതുപോലെ ബോഡി ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, ഭക്ഷണത്തോടുള്ള താല്പര്യക്കുറവ് തോന്നുക, അതുപോലെ ദേഷ്യം തോന്നുക എന്നിവയും ചിലരിലുണ്ടാവും. അതുപോലെ സെക്സ് ചെയ്തതിന് ശേഷം സ്പോട്ടിങ് കാണാറുണ്ട്. ഇനി കുഞ്ഞിന്റെ വളർച്ച എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ 5ാമത്തെ ആഴ്ചയിൽ കുഞ്ഞിന്റെ ഹൃദയം പ്രവർത്തിച്ചു തുടങ്ങും. ഹൃദയത്തിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യാൻ തുടങ്ങിയിരിക്കും. അതുപോലെ പ്രധാനപ്പെട്ട അവയവങ്ങളായിട്ടുള്ള വൃക്ക, കരളൊക്കെ വളരാൻ തുടങ്ങിയിരിക്കും. അതുപോലെ കുഞ്ഞിന്റെ ഫേസ് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ചെവി, കണ്ണ് ഇവയൊക്കെ വളരാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇതൊക്കെ ചെറിയ ഡോട്ടായിട്ടായിരിക്കും കാണപ്പെടുക. അതുപോലെ കുഞ്ഞിന്റെ കൈകാലുകൾ ചെറിയ മുട്ട് പോലെ ആയിരിക്കും കാണപ്പെടുക. ന്യൂറൽ ട്യൂബുമായിട്ട് സ്പൈനൽ കോഡും ബ്രെയിനും കണക്ട് ആയിട്ടുണ്ടാവും. കുഞ്ഞിന് ആവശ്യമുള്ള പോഷകങ്ങൾ യോഗ്സാക്ക് വഴി കുഞ്ഞ് വലിച്ചെടുക്കുന്നതാണ്. ആപ്പിൾ സീഡിന്റെ അത്രയും കാണുള്ളൂ കുഞ്ഞിന്റെ വലിപ്പം. കുഞ്ഞിന്റെ വെയിറ്റ് 0.04 ഔൺസും ലെങ്ത് 0.05 ഇഞ്ചുമായിരിക്കും. 5ാമത്തെ ആഴ്ചയിൽ പ്രഗ്നൻസി ഹോർമോൺസും HCG ലെവലും കൂടുതലായിരിക്കും. HCG ലെവൽ 200നും 7000 മില്ലി ഇന്റർനാഷണൽ യൂണിറ്റ് പെർ മില്ലി ലിറ്ററിനും ഇടയ്ക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഹോം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് ലഭിക്കാറുണ്ട്. അതുപോലെ ഈ ഒരു ടൈമിൽ നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഈ ഒരു ടൈമിൽ നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ വൈറ്റമിൻ കാര്യങ്ങളൊന്നും എടുക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴെങ്കിലും എടുക്കാൻ നിർബന്ധമാണ്. ഡോക്ടറെ കാണുന്ന ടൈമിൽ നമ്മൾ ഏതെങ്കിലും മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിൽ, അതുപോലെ മുൻപ് ബ്ലീഡിങ്, അബോർഷൻ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ, മുൻപത്തെ കുഞ്ഞിന് അംഗവൈകല്യങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ ഡോക്ടറോട് പറയേണ്ടതാണ്. ഈ ഒരു ടൈമിൽ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട്. റുട്ടീൻ ബ്ലഡ് ടെസ്റ്റ്, തൈറോയിഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പറയാറുണ്ട്. 5th വീക്കിൽ പ്രഗ്നന്റ് ആയ സ്ത്രീയുടെ വയറെന്ന് പറയുന്നത് നോർമൽ സൈസ് തന്നെയായിരിക്കും. എന്നാൽ വയറിൽ ഗ്യാസ് കൂടുതലുള്ളതുപോലെ തോന്നാറുണ്ട്. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ വെയിറ്റ് കൂടിയതായിട്ട് കാണപ്പെടാറുണ്ട്. എന്നാൽ മിക്ക ആളുകൾക്കും വോമിറ്റിങ്ങും ഓർക്കാനും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെയിറ്റ് കുറയാറാണ് പതിവ്. അൾട്രാസൗണ്ട് സ്കാനിങ് പൊതുവെ ഈ ടൈമിൽ ഡോക്ടേഴ്സ് പറയാറില്ല. എന്നാൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നത് യോഗ് സാക്ക് കാണാൻ പറ്റും, ഗസ്റ്റേഷണൽ സാക്ക് കാണാൻ പറ്റും. ട്രാൻസ് വജൈനൽ ചെയ്യുകയാണെങ്കിൽ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റും ഈ ഒരു 5th വീക്കിൽ കേൾക്കാൻ പറ്റും. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ധാരാളം പച്ചക്കറികളും ഇലക്കറികളും ഫ്രൂട്ട്സ്, നട്ട്സ് ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ പാല്, തൈര്, മുട്ടയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ധാരാളം പ്രോട്ടീൻ, ഫോളിക് ആസിഡ്, കാൽഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അതുപോലെ മറ്റൊരു കാര്യം, നമ്മൾ പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. ഗ്യാസിന്റെ പ്രശ്നം കൂടുതലാകാറുണ്ട് ഈ സമയത്ത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ദിവസവും 8 മണിക്കൂർ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഹെവി എക്സസൈസ്, ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ എടുത്തു പൊക്കുക, ഒരുപാട് നേരം ഇരിക്കുന്നത്, ഒരുപാട് സമയം ട്രാവൽ ചെയ്യുന്നത്, ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ കാപ്പിയുടെയും ചായയുടെയും ഉപയോഗം കുറയ്ക്കുക. ആൽക്കഹോൾ, സ്മോക്കിംഗ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. മാക്സിമം സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.